രണ്ടു മുനിമാരും ചെറുതായി ദുഃഖിതരായി കാണപ്പെട്ടു. എന്നിരുന്നാലും മുനിമാരുടെ ഭാവമാറ്റം ശിലാദ ശ്രദ്ധിച്ചു. മഹർഷികളെ പിന്തുടർന്ന് ശിലാദ ചോദിച്ചു, എന്റെ മകനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മിത്ര ശിലാദയെ ദയനീയമായി നോക്കി. മിത്ര മൃദുവായി പറഞ്ഞു, നിന്റെ മകൻ ദീർഘായുസ് ഉണ്ടാകട്ടെ. എന്റെ മകൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല. ശിലാദേ, എന്നോട് ക്ഷമിക്കൂ. ശിലാദ തകർന്ന ഹൃദയവുമായി വീട്ടിലേക്ക് നടന്നു. എന്താണ് അച്ഛാ, എന്താണ് സംഭവിച്ചത്? നന്ദി ചോദിച്ചു. സാവധാനത്തിലും വേദനയോടെ ശിലാദ മുനിമാരുമായുള്ള സംഭാഷണം വിവരിച്ചു. നന്ദി പേടിക്കുമെന്നും കരയാൻ തുടങ്ങുമെന്നും അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ നന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, മരിക്കുന്നതാണ് എന്റെ വിധി. അപ്പോൾ ശിവൻ എന്റെ വിധി മാറ്റാൻ കഴിയും. ശക്തനായ ദൈവമാണ് ശിവൻ. എന്തും ചെയ്യാൻ കഴിയും. നന്ദി പിന്നീട് ഭുവന നദിക്ക് സമീപം പോയി തപസ് ആരംഭിച്ചു. നന്ദിയുടെ ഭക്തിയിൽ ശിവൻ തൽക്ഷണം പ്രത്യക്ഷപ്പെട്ടു. എന്തു വാരമാണ് വേണ്ടത് എന്ന് തരാം? ശിവൻ ചോദിച്ചു. ഭഗവാനെ, എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ.